ആലപ്പുഴയിൽ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് ഓണാഘോഷം സംഘടിപ്പിച്ചു. സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മ പുതുക്കി ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് ആലപ്പുഴ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രസാദ് വൈ ഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ വരവേൽക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് കാര്യമാണ്? 3 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്താ? 1, പൂക്കളം ഒരുക്കാറുണ്ട് അല്ലെ? 2, നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചാറുണ്ട് ഉണ്ടല്ലേ? പിന്നെ അതിനുശേഷം എന്താണ്? സമർത്ഥമായ സത്യം. ശരിയല്ലേ? എന്തിനാണ് ഈ പൂക്കൾ ഇട്ടുകൊണ്ടൊരു പൂക്കളം ഉണ്ടാക്കുന്നത്? അറിയാമോ? എന്തിനാണ് പൂക്കളം നടക്കുന്നത്? ഇടുന്നത് അറിയാമോ? സമൃദ്ധിയുടെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ്, അതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്ഥാപനങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും വൃത്തിയാക്കി പെയിന്റൊക്കെ അടിച്ച് മനോഹരമായ പൂക്കൾ കൊണ്ട് നമ്മുടെ മുറ്റം പൂക്കളമായി അലങ്കരിക്കും. അതിനുശേഷം നമ്മുടെ വസ്ത്രങ്ങളിട്ടും നല്ല വസ്ത്രങ്ങളിട്ടും നമ്മൾ കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുന്നു? ഭാവിയിലേക്ക് കാത്തിരിക്കും. സത്യത്തിൽ ജീവിതവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളും ആരെയൊക്കെയോ കാത്തിരിക്കും. നമ്മളെ രാവിലെ വിളിച്ചുണർത്താൻ അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരുണ്ട്? അമ്മ അല്ലേ? അമ്മയുണ്ടല്ലേ? പിന്നെ ആരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ. നെൽസൺ പണിക്കൽ, സജി ചാത്തന്നൂർ എന്നിവരായിരുന്നു ചടങ്ങിലെ വിശിഷ്ടാതിഥികൾ. ബ്രാഞ്ച് മാനേജർ ലിയോൺ ജോസ് വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നന്മയും സമത്വവും പൂത്തുലയുന്ന പൊന്നോണം എന്ന ഓണസന്ദേശത്തിൽ സംസാരിച്ച മുഖ്യാതിഥി പ്രസാദ് വൈ ലഹരിക്കെതിരെ നാമെന്നും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ഓർമ്മിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ അടിയന്തര പ്രാധാന്യത്തെക്കുറിച്ചും ഓണത്തിന്റെ സാമൂഹിക സാംസ്കാരിക മഹിമയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ബ്രാഞ്ച് ജീവനക്കാരായ റോബിസൺ കെ, നീനു, ജോസഫ്, ബിജിലി, ബെറ്റ്സി, അനശ്വര, സൗമ്യ, ശരത്, അതുല്യ, അഖില, അനന്തകൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ആഘോഷങ്ങൾക്കും കലാപരിപാടികൾക്കും ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.